നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പുക്കുട്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ 8:30 ഞാനിവിടെ വർക്ക്ഷോപ്പിൽ വന്നതാണ്. ആദ്യം മാമൻ പറഞ്ഞ് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്, തിരക്കാണ്. ഞാൻ പറഞ്ഞു, മാമ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം, കുറേ ദിവസമായിട്ട് വരികയാണ്, ഒന്നും ടൈമില്ല. സോ ഇപ്പം മഡ് ഗാർഡ് പോയി മേടിച്ചു, ഇൻഡിക്കേറ്റർ, പിന്നെ ഹാൻഡിൽ ബാർ ബുഷ്, പിന്നെന്താ പിന്നെ എൻഡ്യൂറൻസിൻ്റെ ഷോക്ക് എല്ലാം മാറ്റാൻ പോവുകയാണ്, CD100ൻ്റെ. സോ പക്ഷേ പിന്നെ ഇതിൻ്റെ ഹോണ്, ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാത്ത, ശരിക്കും ബാറ്ററിയുടെ പ്രോബ്ലം ആണോ ചെക്ക് ചെയ്യാനായിട്ട് ബാറ്ററി ചെക്ക് ചെയ്യണം. അതേപോലെ ഷോപ്പുണ്ട്, ബട്ട് ഷോപ്പ് കുറേ നേരമായിട്ട് അടച്ചിട്ടില്ല. ഇനി തുറന്നാൽ ബാക്കി ആ പരിപാടിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. സോ എന്തൊരു ചൂടാണ് ഗൈസ്, ദാഹിച്ചിട്ട് വയ്യ, പോയി കുടിക്കണം എന്തെങ്കിലും. ഒരു വീഡിയോ എടുത്തോ ചേട്ടാ, ഇതൊരു വീഡിയോ എടുത്തോ. YBXL ഒരു സാധനമാണ്. അതായത് എൻ്റെ വീഡിയോ ഒരു കണ്ടന്റ്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട് വരെ കുറച്ച് ദൂരമുള്ളൂ, പക്ഷേ വേറെ നടന്നു പോകാൻ ടാസ്ക്കാണ്. പിന്നെ നടന്നു പോകണ വിഷയമല്ല, ഇവിടെ നിന്നെല്ലാം ഇനി ശരിയാക്കുന്നതാണ് നല്ലത്. സോ ചൂപ്പാടുള്ളൂ. സോ അങ്ങനെ ഒരു ലൈൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പാപ്പനോട് ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. വണ്ടിപ്പണി എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അമിതമായിട്ട് വണ്ടികൾ പ്രണയിക്കുന്നവരോട് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സുഖമാണ്. അത് പ്രണയിക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ടാണ് ചില ആൾക്കാർ വണ്ടി ഓടിക്കാൻ പ്രണയിക്കുക. പണി വെളിയിൽ പോയി സൂര്യനെ നോക്കി വെല്ലുവിളിച്ച് ഓടിക്കുന്നത്. പക്ഷെ വെല്ലുവിളിക്കാനൊന്നും, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ് നേരെ ഇറങ്ങാം. നോക്ക പോലുമില്ല, കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യമാണ്. സാധനങ്ങൾ കിട്ടാനുണ്ട് മക്കളെ. എൻഡ്യൂറൻസിൻ്റെ ഷോക്ക്, എൻ്റെ ഫ്ലേവർ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ഥലം എൻ്റെ വീടായി മാറാറുണ്ട്. ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തപ്പോൾ എഞ്ചിനൊക്കെ ചെക്ക് ചെയ്തു,
കറക്റ്റ് 1 മാസം വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചറ പണി. ഫസ്റ്റ് വന്നത് റാങ്ക് പണി ചെയ്തു. 10,000 രൂപ അടുപ്പിച്ചായി ഓൾമോസ്റ്റ്. പിന്നെ ആദ്യം കുറേ സ്പെയർ പാർട്സ് വണ്ടി മേടിച്ചപ്പോൾ തന്നെ ഞാൻ കുറേ സ്പെയർ കാര്യങ്ങളൊക്കെ മാറ്റിയായിരുന്നു. ഒരു 4,000 രൂപ മേടിച്ചു. പാർട്സിനൊക്കെ വില കുറവാണ്. ഈ പാപ്പനോടുള്ള ഈ കടയിൽ ഞാൻ കാണിച്ചിട്ട് സായി കൃഷ്ണ ഏജൻസീസ്, അവിടെ എല്ലാം കിട്ടും. ഈ കടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ഈ പനവിള രാജാറാമിൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മഡ്ഗാർഡൊന്നും ഇവിടെ കിട്ടിയില്ല. മഡ്ഗാർഡ് ഒന്നും ഇവിടെ കിട്ടിയില്ല. രാജാറാമിൽ പോയാണ് മേടിച്ചത്. സോ അങ്ങനെ അത് ചെയ്തു. ക്രാങ്ക് പണി കഴിഞ്ഞു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് മണ്ണന്തിൽ വെച്ച് വണ്ടിയുടെ എൻജിൻ സ്റ്റക്കായി. പിന്നെ പുതിയ സിലിണ്ടർ കിറ്റ്, പുതിയ പിസ്റ്റണാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്തു. ഓൾമോസ്റ്റ് 10 എത്രയായി, 20, 25, 30 രൂപയുടെ പണി ഞാൻ ചെയ്തു വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ്. ഇതായപ്പോൾ പുതിയ ഷോപ്പ് മേടിച്ചു, പുതിയ മഡ്ഗാർഡ് മേടിച്ചു. പിന്നെ ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ ഫ്രണ്ട് റൈറ്റ് സൈഡ് പൊട്ടിയിരിക്കുന്നത്, അത് മാറ്റണം. ഹോണ് വർക്ക് സൗണ്ട് കുറവാണ് ബ്രൈറ്റ് ഇടുമ്പോൾ. ഡിമ്മിൽ മാത്രമേ സൗണ്ട് ചെറുതായിട്ടുള്ളൂ. സൗണ്ട് കുറവ് തന്നെയാണ്. പിന്നെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, അത് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടിയില്ല. ഇനി ബാറ്ററി ചെക്ക് ചെയ്യണം. ചില ബാറ്ററി മാറ്റിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആകെ കഴിച്ചത് ഇവിടെ നിന്ന് ചായ. ഇപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോയ കടയിൽ തന്നെ രാവിലെ പോയി ഒരു ചായയും ഒരു പാൽ കേക്കും കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ പാൽ കേക്ക്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ കഴിച്ചതാണ്, പക്ഷെ കൊള്ളായിരുന്നു. ലൈം ജ്യൂസ് വലിയ ഗുണമൊന്നുമില്ല. വളരെ സാധാ ലൈം ജ്യൂസ്, വലിയ കിടിലൊന്നും പറയാനില്ല. മധുരം കുറവായിരുന്നു. പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ടില്ലേ, ഒരു ഗ്ലാസ്സും പിന്നെ ഒരു ചെറിയൊരു ചായ ഗ്ലാസ് കണക്കിനുണ്ടായിരുന്നു. ക്വാണ്ടിറ്റിയിൽ കാര്യമില്ല, ക്വാളിറ്റി ആൻഡ് ടേസ്റ്റിലാണ് കാര്യം. അവിടെ കാണുന്നില്ല, അവിടെ ഞാൻ പോകണില്ല. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹാൻഡിൽ ബാറിൻ്റെ ബുഷ് സെറ്റ് ചെയ്യുക. ബാറ്ററിയൊക്കെ അടിച്ചു പോയി ഗൈസ്. ഇനിയപ്പോൾ ഇതും മാറ്റാം. ഹെഡ്ലൈറ്റ്, ഹോണ് എല്ലാം പോയി. ആമറോൺ പ്രോ റൈഡർ ഇതാണ് 2.5.
അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതാണ് CD100 അവസ്ഥ. എനിക്കിത് കിട്ടിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഐ ജസ്റ്റ് ബിൽഡ് ദിസ് ലൈക്ക് ഓൾമോസ്റ്റ് 30,000 ഒരു എല്ലാം കൂടെ ഒരു 5,000 35,000 രൂപയ്ക്ക് പണി വെച്ചിരിക്കുന്നുണ്ടല്ലോ. എന്നെ പഴയ ചിത്തിയ മാത്തുങ്ക എന്ന് പറഞ്ഞില്ലേ, റെഡ് ചിപ്പ് പുതുസാக വെച്ചിട്ടുണ്ട് ആമസോൺ പ്രോറയുടെ. പിന്നെ പുതിയ എൻഡുറൻസിൻ്റെ ഷോക്ക്, മഡ് ഗാർഡ്, ഹാൻഡിൽ ബാർ ബുഷ്, പിന്നെ ഹാലജൻ ഫ്രണ്ട് ലൈറ്റ്, ഹോണ്, എല്ലാം ഇത്രയും പരിപാടികളാണ് ഇത് ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എയർ ഫിൽറ്റർ വെച്ചായിരുന്നു. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ മാറ്റി ഇനിയും പോകുമായിരുന്നു. ബട്ട് എന്നാലും മാറ്റി. സോ കണ്ടില്ലേ, ഇതാണ് ഇതിൽ. പിന്നെ ഫുൾ ചെളിയാണ്. ഇതൊന്ന് വാട്ടർ വാഷ് ചെയ്യണം. ഇപ്പോൾ പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ഷോപ്പുണ്ട് അവിടെ വൈകുന്നേരം പോയി ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിച്ചാണ് ഇരിക്കുന്നത്. സോ അവിടെ പോയി ചെയ്യണം. സോ ഇത് ഒരു ഹിഡൻ സ്പോട്ടാണ്. കാക്കനംകോട് മെയിൻ റോഡിനടുത്തായിട്ട് തന്നെ വരുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ്. നേരത്തും ഇവിടെ ഒരു വിസിറ്റൊക്കെ ചെയ്തിട്ട് പോകുക. ഇവിടെ അങ്ങനെ ആരും നിൽക്കാറൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, കുറവാണ്. സ്പോട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ ഇതിൻ്റെ തൊട്ടടുത്താണ്, പക്ഷെ ഞാനിവിടെ അങ്ങനെ വരാറില്ല. ഇപ്പം ഇങ്ങനെ ഒരു അതാണ് CD-യുടെ കാര്യങ്ങൾ. ഇത് ഇത്രയും പണി ചെയ്ത് വെച്ചിരിക്കാം. സോ അതാണ് CD-യുടെ പണിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് വണ്ടി ഇപ്പോൾ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. ബുഷ് ഇട്ടായിരുന്നു, പുതിയ ഈ ബുഷ് ഉണ്ടല്ലോ, ബുഷ് ഇട്ടായിരുന്നു. നേരത്തെ ഈ ബുഷ് ഇല്ലായിരുന്നു. പരിപാടികൾ അപ്പം ഇവനെ ഞാൻ ഇന്നലെ ഫുള്ള് കുത്തി നിന്ന് പണിത്, ഞാനല്ല വർക്ക്ഷോപ്പിൽ, നല്ല കിടിലം വർക്ക്ഷോപ്പാണ് കേട്ടോ. ഞാൻ അവിടെയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിലും, പക്ഷേ ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടാണ് അവിടെ പണിക്ക് കയറ്റി തുടങ്ങിയത്. നല്ല അടിപൊളി വർക്ക്ഷോപ്പാണ്. മാമൻ നല്ല ഇരുന്ന് പണിത്. വേറെ 2 ബോയ്സുണ്ട്. എന്നാലും എനിക്ക് വേറൊരു ബോയാണ് ചെയ്തു തന്നത്. ചിലതൊക്കെ മാമനും കഴിച്ചു. മാമ ഒരു രക്ഷയില്ല, അവന്മാരും കുഴപ്പമില്ല. സോ അങ്ങനെയാണ് CD ഈ ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യണം, ഫുൾ ചെളിയാണ്. ഇതെല്ലാം റിമ്മിലെല്ലാം ചെളിയാണ്. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. ഫുൾ കണ്ടില്ല, ഇവിടെ എല്ലാം ചെളിയാണ്. ഇത് വാട്ടർ വാഷ് ചെയ്താൽ ഫുൾ വേറെ ലെവലാണ്. ഇന്ന് ചെയ്യണം. ഇതെന്തായാലും 11:30 വർക്കിന് പോകണമായിരുന്നു. അതിന് മുമ്പായിട്ട് തിരിച്ചു പോകണം. സോ അതൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, CD100ൻ്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ പറ.
അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബേഴ്സ് ഒട്ടും തന്നെ കയറുന്നില്ല. അപ്പോൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും ഏതൊരു വ്യക്തികൾക്കും നല്ല നല്ല കണ്ടൻസുമായിട്ട് മുന്നിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവരെയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.